വൈകുന്നേരം ചായയ്ക്ക് ബ്രെഡും ഉരുളക്കിഴങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ചൂടൻ സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു ചൂട് ചായയുടെയും സോസിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കൂടെ തന്നെ കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം മാത്രം മതിയാവും. എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നല്ലോണം തന്നെ ഒന്നും കൂടെ വേവിച്ച് ശരിക്കും ഉടച്ചും കൂടി എടുത്തിട്ടുണ്ടേ. കണ്ടതാ ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഉടച്ചിരിക്കുന്നതാട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ എടുത്തിരിക്കുന്നത്. ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്നുകൂടി വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നല്ല ടേസ്റ്റിന് വേണ്ടി പൊടിയായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും അതേപോലെ തന്നെ എരിവിനും കളറിനും വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി എടുക്കാവേ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി കൈവച്ച് നല്ലോണം തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പനീർ കയ്യിലുണ്ടെങ്കിൽ പനീർ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 6 ബ്രെഡ് മിക്സഡ് ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടി പൊടിച്ചെടുത്തും കൂടി ചേർത്ത് കൈവച്ച് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 6 ബ്രെഡ് പൊടിച്ചത് കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടി. കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ മിക്സ് ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവിനൊക്കെ അനുസരിച്ചിരിക്കും ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു 5 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6. കുറച്ചും കൂടി ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അതനുസരിച്ച് കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കൈ വെള്ളത്തിൽ പതുക്കെ ഒന്നും കൂടെ നനച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഫിംഗർ ഷേപ്പിലാട്ടോ ആക്കിയെടുക്കുന്നത്. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നമ്മുടെ മിക്സ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് അതനുസരിച്ച് ഒന്നും കൂടി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെ നല്ല മുറുക്കത്തിൽ തന്നെ ഒന്നും കൂടെ ബാക്കി എല്ലാ മാവും ഷേപ്പാക്കി എടുക്കാവേ. നമ്മൾ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസ് പോലെ ആക്കി എടുക്കരുത്. കൈവച്ച് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി പ്രസ് ആക്കിയിട്ട് വേണം ഷേപ്പാക്കി എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ട് പൊട്ടിപ്പോരും. അപ്പോൾ കയ്യിൽ വെച്ച് നല്ലോണം തന്നെ ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. കണ്ടതാ ഒരു പ്ലേറ്റ് നിറയെ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലാട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് കോട്ട് ചെയ്തും കൂടി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് നമ്മുടെ മൈദയും അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നല്ലോണം തന്നെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൂസായി പോവും. ഒരുപാട് ലൂസും പാടില്ല, നല്ല കട്ടിയും പാടില്ല. ഈ ഒരു പരുവം കറക്റ്റായിട്ടോ. കണ്ടോ ഇതുപോലെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കോട്ട് ചെയ്ത് ഓയിലിലേക്ക് ചേർത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മിക്സും ഇതേപോലെ മൈദയുടെ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും നല്ലോണം തന്നെ ഒന്നുകൂടെ കോട്ട് ചെയ്ത് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഇതേപോലെ കോട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാലും മതി. 2-3 ദിവസമൊക്കെ സുഖമായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കോട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഫ്രീസറിലൊന്നും വെക്കുന്നില്ല കേട്ടോ, നേരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലും അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും വെക്കണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിഞ്ഞ് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡും ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുഞ്ഞു ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ കഴിക്കാൻ നേരത്ത് ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോകാതെ ചെറു ചൂടോട് കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ലൊരു ചൂട് ചായയുടെയും ടൊമാറ്റോ സോസിൻ്റെയോ ചില്ലി സോസിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.